എനിക്ക് പല കാര്യങ്ങളും ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ആരായിരിക്കും ഇന്ദിരാഗാന്ധി ഉപദേശിച്ചത്? ഇന്ത്യ ഇസ് ഇന്ത്യ, ഇന്ത്യ ഇസ് ഇന്ത്യ എന്ന് തുടങ്ങിയ സാധനങ്ങൾ ബാബു നിന്നെ തീർത്തോളാം. നേരിട്ട് വന്നിട്ടില്ല, കമന്റുകളായിട്ട് വന്നു. ടച്ച് കൈയും കാലം ഓടിക്കണം, ഇവൻ സംഖ്യയാണ്, ഇവൻ സുഡാപ്പി. ഇപ്പോൾ വക്കഫ് എപ്പിസോഡ് ചെയ്തപ്പോൾ ഞാൻ സുഡാപ്പിയായി, ഇപ്പോൾ കാശ്മീർ പണ്ഡിറ്റ് ചെയ്തപ്പോൾ സംഖ്യയായി. ഞാൻ അതിനെ വിളിക്കുന്ന വേറെ പേരുണ്ട്, ഇൻട്രാബോൺ പോക്കിംഗ് ഡിസീസ്. ഇൻട്രാബോൺ പോക്കിംഗ് ഡിസീസ്, എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടുള്ള. ബിസിനസ് സാമ്രാജ്യങ്ങളാണ് എല്ലാ കാലത്തും രാജ്യങ്ങളെയും സംസ്കാരങ്ങളെ വരെ നിയന്ത്രിച്ചത്. നമ്മൾ വിചാരിക്കും സയൻറ്റിസ്റ്റുകളുടെ ഇൻവെൻഷനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അല്ല, ബത്തൂത്ത പോയി കണ്ട കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. വാസ്കോഡഗാമ അവിടെ കൊടിനാട്ടി. നമ്മുടെ നാട്ടിൽ ജോലിക്ക് വരുന്ന അതിഥി തൊഴിലാളികളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? പറയുമ്പോൾ അതിഥി തൊഴിലാളി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഓരോ സ്ഥലത്ത് അവർ നേരിടുന്ന ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്? ചേട്ടാ, കോളേജ് ലൈഫ് എങ്ങനെയായിരുന്നു? എവിടെയായിരുന്നു? ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് ആർട്സ് കോളേജിലാണ്, പക്ഷെ അവിടെ വലിയ ഓർമ്മകളൊന്നുമില്ല. ഞാൻ അതിനുശേഷം MES കോളേജ് ഉണ്ട്, കുറ്റിപ്പുറത്തൊരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, അവിടെ പോയിട്ടാണ് ചേരുന്നത്. അപ്പോൾ ആ ഒരു കാലം ഭയങ്കര എൻജോയ്മെൻ്റ് ഉള്ളൊരു കാലമായിരുന്നു. നമ്മൾ എല്ലാവരും ഒന്നിച്ചൊരു ആദ്യം ഹോസ്റ്റലായിരുന്നു ഫസ്റ്റ് ഇയറൊക്കെ. ഫസ്റ്റ് ഇയർ ഡേ സ്കോളറായിരുന്നു. പിന്നീട് നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള അക്കോമഡേഷനിലായിരുന്നു. അവിടെ പിള്ളേരെല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു. അത് ഭയങ്കര എൻജോയ്മെൻ്റ് ഉള്ളൊരു കാലമായിരുന്നു. നമ്മൾ വല്ലപ്പോഴൊക്കെ ക്ലാസ്സിൽ കയറും, ബാക്കി സമയങ്ങളിലൊക്കെ സിനിമ കണ്ടും അവിടെയൊക്കെ നടക്കുമായിരുന്നു. കോളേജ് കോഴ്സൊക്കെ ഒരുവിധം പാസ്സായി, കുഴപ്പമില്ലാതെ. അവിടുന്ന് പിന്നെ ജോലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സപ്ലികൾ ഒരുപാടുണ്ടായിരുന്നു. അത് തുടക്കത്തിലൊക്കെ ഇങ്ങനെ എഴുതി വന്നു. അവസാനം ഇപ്പോൾ ഒരെണ്ണം മാത്രം, നമ്മൾ ചതുരം മുടക്കാനായിട്ട് ഒരെണ്ണം മാത്രം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരെണ്ണം ഉള്ളതുകൊണ്ട് സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഒന്നും ജോലി കിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് അന്ന് ജോലി കിട്ടിയില്ല, ഇല്ലെങ്കിൽ ഞാൻ വല്ല ഇൻഫോസിസിലോ എവിടെയെങ്കിലും ഇരിക്കേണ്ടായിരുന്നു. അപ്പോൾ ജോലി കിട്ടിയില്ല. അങ്ങനെ ഒരു ജോലി ഇവിടെ ആരും തരില്ല എന്ന് മനസ്സിലായപ്പോൾ ബോംബെയിലേക്ക് നാട് കടത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്ക് ഈ റൂം അറേഞ്ച്മെന്റ് എല്ലാം തന്നെത്താനെയാണ്? അത് നമ്മൾ ഒറ്റയ്ക്ക് പോയി കണ്ടുപിടിച്ചു. നമ്മൾ പക്ഷേ 4-5 പേരുണ്ടായിരുന്നുണ്ട്, വാടക ഷെയർ ചെയ്യാനുണ്ടായിരുന്നുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. എന്നാൽ അവിടെ തന്നെ ജോലിയും കണ്ടുപിടിച്ചു. ഭാഷ പഠിക്കാനൊരു വാശിയായിരുന്നു. കാരണം ഞാൻ ആദ്യം ജോലി കിട്ടിയ സ്ഥലത്ത് കംപ്ലീറ്റ് മറാഠികൾ മാത്രമേ. അപ്പോൾ ഇങ്ങനെ അന്നൊരു ഓയിൽ ഫീൽഡ് കമ്പനിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടെയ്നറിനകത്തിരുന്ന ഭക്ഷണം കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഞാൻ മാത്രം ഇങ്ങനെ, എനിക്ക് ഭാഷ അറിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ചിരിക്കുന്നത് നോക്കുമ്പോൾ എല്ലാം എന്നെ നോക്കിയിട്ടാണ് ചിരിക്കുന്നത്. അപ്പോൾ എന്നെ പറ്റി എന്തോ പറഞ്ഞാൽ ചിരിക്കുന്നത് മാത്രം മനസ്സിലായി. പിന്നെ ഭാഷയായി. പിന്നെ നമ്മളൊരു ദിവസം അവിടുത്തെ ഒരു ചേച്ചിയെ കേട്ട് പരിചയപ്പെട്ട് ഞാൻ ദിവസം 10 മറാഠി സാധനങ്ങൾ എഴുതി കൊണ്ടുപോകും. അത് ഓരോരുന്ന് മലയാളം ഇംഗ്ലീഷ് എഴുതി കൊണ്ടുപോകും, നിങ്ങൾ മറാഠി വാങ്ങിക്കും. അങ്ങനെ ഒരു വർഷം കൊണ്ട് ഞാൻ മറാഠി കുറേ പഠിച്ചെടുത്തു. ഇപ്പോൾ കേട്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടും മറാഠി സിനിമയൊക്കെ ഇപ്പോൾ മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ എല്ലായിടത്തും പോയിടത്തൊക്കെ നല്ല രസമുള്ള സിനിമകളാണ്. അതുപോലെ ഞാൻ കുറച്ച് കാലം കാക്കിനാട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തെലുഗു കുറച്ച് കേട്ടാൽ മനസ്സിലാവുന്ന വിധത്തിൽ പഠിച്ചു. തമിഴ് പിന്നെ നമുക്ക് അറിയാലോ കുറേയൊക്കെ. അപ്പം റീജിയണൽ ലാംഗ്വേജസ് പഠിച്ചെടുക്കുന്നത് ഒരു നല്ല ഒരു സുഖമുള്ള ഏർപ്പാടാണ്. കാരണം അവർക്ക് നമ്മളൊരു സ്നേഹമാണ്. നമ്മൾ എത്ര പൊട്ട തമിഴോ എത്ര പൊട്ട ഹിന്ദിയോ എത്ര പൊട്ട തെലുഗോ പറഞ്ഞാലും അവരുടെ ഭാഷയിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നു. നെയ് മാലു എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. നമ്മൾ മലയാളികളാണെങ്കിൽ എവിടെ പോയാലും അവിടുത്തെ ഭാഷ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. നമുക്ക് മൾട്ടി ലിംഗ്വലാണ് എല്ലായിടത്തും. മലയാളികൾ അങ്ങനെ സർവൈവൽ സ്കില്ലുള്ള ആൾക്കാരാണ്. ബാബുചേട്ടൻ വന്ന വഴികൾ, ചെയ്ത ജോലികൾ, കടന്നുപോയ ഫേസുകളൊക്കെ നോക്കുമ്പോഴും ഇവിടെ എവിടെയും ഈ എഴുത്ത്, ഈ ഒരു ആർട്ടിസ്റ്റിക് അങ്ങനത്തെ ഒരു പണി ഇത്രയും വർഷത്തിനായിട്ട് ചെയ്തിട്ടില്ല. ഈ ഓൾ ഓഫ് എ സഡൻ ആ ഒരു മോഡ് എങ്ങനെയാണോ? അത് ഏതോ സിനിമയിൽ മമ്മൂട്ടി ആരോ പറഞ്ഞു, ഒരു കഥ ആർക്കും എഴുതാന്ന് പറഞ്ഞാലേ, നമ്മുടെ ലൈഫിൽ അനുഭവങ്ങളുണ്ടെങ്കിൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് വെറും ഒരു മീഡിയം മാത്രമാണ്. പിന്നെ നമുക്കത് പകർത്തുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് പല ജീവിതങ്ങളെ അനുഭവിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാത്ത കുറേ ജീവിതങ്ങൾ അറിയാം. ഇതെല്ലാം ഒരു ക്യൂരിയോസിറ്റിയുടെ പിന്നാലുള്ള പോക്കാണ്. അതായത് ഇപ്പം നമ്മൾ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ വിഷയം എടുക്കുമ്പോൾ നമുക്ക് അന്ന് എന്തൊക്കെ നടന്നു സ്വാഭാവികമായിട്ട് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റി എവിടത്തെ അവസാനിക്കുന്നു അവിടെ നമ്മുടെ പരിപാടിയുടെ അവസാനമാണ്. അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആരായിരിക്കും ഇന്ദിരാഗാന്ധി ഉപദേശിച്ചത്? ഇത് അന്വേഷിച്ച് പോയാൽ സിദ്ധാർത്ഥ ശങ്കർ റയിലെത്തും ഉപദേശിച്ചത്. എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ ഇന്ത്യ ഇസ് ഇന്ത്യ, ഇന്ത്യ ഇസ് ഇന്ത്യ എന്ന് തുടങ്ങിയ സാധനങ്ങൾ എന്തായിരുന്നു തുടക്കം? അതിൻ്റെ തുടക്കം ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റൽ ഫീസ് കൂട്ടിയോടത്തുനിന്നാണ് ഈ സമരങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വിഷയം എടുക്കുമ്പോൾ അതിനകത്തുള്ള രസങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ അത് കേൾക്കുന്ന ആൾക്കും അതേ രസങ്ങൾ അനുഭവപ്പെടും. അവിടുന്ന് പിന്നെ ഈ മീഡിയയിലേക്കുള്ളൊരു എൻട്രി അതെന്താ വെച്ചാൽ, ഇവിടെ ഒരു ചെറിയൊരു പോസ്റ്റ് നമ്മൾ ഒരു സുഹൃത്ത് വഴിക്ക് അവിടെ അവർക്കൊരു ചെറിയൊരു ആവശ്യമുണ്ടായിരുന്നു. അതായത് ആക്ച്വലി ആ സമയത്ത് ഇത് ഫുള്ള് വൈൻഡപ്പ് ചെയ്തിരുന്നു. എല്ലാം വൈൻഡപ്പ് ചെയ്തു, അതൊക്കെ മതിയാക്കി. ബിസിനസ് പൈസ കുറേ പോയപ്പോൾ അത് മതിയാക്കി. അപ്പോൾ അതിനുശേഷം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാൻ എന്ത് ജോലി ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ചെറിയ ടെക്നിക്കൽ നോൺ ജേർണലിസ്റ്റിക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിന് ടൈറ്റിൽ ഇടണം, ഡിസ്ക്രിപ്ഷൻ ഇടണം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആവശ്യം. ഞാനതിൽ പോയി ചേർന്നു. അപ്പോൾ ഞാൻ മുമ്പും പലയിടത്തും പറഞ്ഞു, അതായത് ഇങ്ങനെ നമ്മൾ നോക്കുമ്പം ചുറ്റും ഒരു 10-60 ജേർണലിസ്റ്റുകൾ ഇരുന്ന് ജോലിയുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാം, എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ ഔട്ട്പുട്ട് കാണുമ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചാൽ ആവുന്ന കേസുള്ളൂ, എഴുതാൻ നോക്കാം, താല്പര്യമുണ്ട് എഴുതാൻ. അങ്ങനെ അവരോട് ചോദിച്ചു വാങ്ങിയ ജോലിയാണ്. അങ്ങനെ എഴുതി
ആ എഴുതിയ അവർക്ക് ഇഷ്ടപ്പെട്ടു, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു 3 വർഷം അതിൽ ജോലി ചെയ്തു. ഒരു 10,000 ആർട്ടിക്കിൾ ആ സമയം കൊണ്ട് അടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇരുന്ന് ഡെയിലി എഴുത്തോടെ എഴുതായിരുന്നു. ഒരു 5-6 ആർട്ടിക്കിൾ വെച്ച് ദിവസം എഴുതായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് നിൻ്റെ എഴുത്ത് കുറച്ച് കൂടുന്നുണ്ട്, ഞാൻ ഒരു വീഡിയോ എടുത്ത് വെക്കുന്ന പറഞ്ഞു. അങ്ങനെ അന്ന് വീഡിയോ ക്ഷാമം വന്ന സമയമാണ്. അന്ന് അവരെല്ലാവരോടും പറഞ്ഞു നിങ്ങളെല്ലാവരും വീഡിയോ ഐഡിയ, അത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആ സമയത്തൊരു നല്ല കാര്യമാണ്. അവരങ്ങനെ നീ മാത്രം അവതരിപ്പിക്കല്ല, നീ അവതരിപ്പിക്കേണ്ട, അങ്ങനെയല്ല, നിങ്ങൾ ആർക്കെങ്കിലും വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെയാണ് ഞാനും കൂടെ വേറെ ആളും കൂടെ കുറേ പേര് പറഞ്ഞു. അതിൽ 2 പേർക്കാണ് അവസരം കിട്ടിയത്. കൂടുതൽ ആളെ നിങ്ങൾ പറഞ്ഞാൽ അറിയും. ഗം എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ 2 ഏകദേശം ഒരേ സമയത്താണ് തുടങ്ങുന്നത്. അപ്പോൾ പുള്ളിയും അതുപോലെ പുതിയ ഐഡിയ ആയിട്ട് വന്നു, ഞാനും പുതിയ ഐഡിയ ആയിട്ട് വന്നു. അത് തുടങ്ങി. 2 ഏകദേശം ഒരുപോലെ പോപ്പുലർ ആവുകയും ചെയ്തു, വിജയിക്കുകയും ചെയ്തു. അപ്പം പുള്ളി അതിനുശേഷം ചാനലിലോട്ട് മാറി, ഞാനും ചാനലിലോട്ട് മാറി. അങ്ങനെ ചാനലിലാണ് അടുത്ത 3 വർഷം പിന്നെ ജോലി ചെയ്തത്. ഈ 3 വർഷത്തിന് ശേഷം മൊത്തം 6 വർഷം. അപ്പം ചാനലിലോട്ട് മാറി ആ സമയത്ത് തന്നെയാണ് എനിക്ക് ആ സമയത്ത് ഇപ്പോൾ 2020-ലാണ് തുടങ്ങുന്നത്. വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എന്നാ എന്നോട് പറ എന്ന് പറയുന്ന ഷോയിൽ ഒരുപാട് കൊമേഡിയന്മാർ വന്നിട്ടുണ്ട്, വ്ളോഗേഴ്സ് വന്നിട്ടുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ലൈഫ് ത്രെട്ട് വന്നിട്ടുണ്ട്. ചേട്ടനെ പോലെയുള്ളവർ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പല വിഭാഗങ്ങൾ പിടിവലി നടക്കുന്ന വിഷയങ്ങൾ എടുത്ത് സംസാരിക്കും. എപ്പോഴെങ്കിലും ബാബു നിന്നെ തീർത്ത് കളയും എന്നെപ്പോഴും നേരിട്ട് വന്നിട്ടില്ല, കമൻറ്റുകളായിട്ട് വന്നു. ടച്ച് കൈയും കാലം ഓടിക്കണം, ഇവൻ സംഖ്യയാണ്, ഇവൻ സുഡാപ്പി. തമാശ എന്താ വെച്ചാൽ ഒരു പരിപാടി വീട്ടിൽ സംഖ്യയാണെന്നുള്ള കമൻറ്റ് കാണാം, ഒരു പരിപാടി വീട്ടിൽ ഇവൻ ഇടതാണ് സഖാവാണെന്ന് കാണാം, മറ്റതിൽ ഇവൻ സുഡാപ്പിയാണെന്ന് കാണാം. ഞാൻ ഈ നാട്ടിലെല്ലാം ആണ്. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആളാണ്. ഇപ്പോൾ വഖഫ് എപ്പിസോഡ് ചെയ്തപ്പോൾ ഞാൻ സുഡാപ്പിയായി, മറ്റേ കശ്മീരി പണ്ഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ സംഖ്യയായി. അപ്പോൾ ഇതുപോലെ ഓരോന്ന് സ്റ്റാലിൻ എപ്പിസോഡ് ചെയ്യുമ്പോൾ സഹാക്കന്മാർ തിരിച്ച് ഓരോ ഭാഗത്തുള്ള വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അത് സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ ലേബൽ ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ. പക്ഷേ എന്നാലും പേഴ്സണലായിട്ട് തന്നെ ആരും ഉപദ്രവിക്കാതെ വന്നില്ല. കാരണം നമ്മൾ പറയാൻ വേണ്ടി ഒരു മെനക്കെടുന്നുണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. ആ ഒരു പ്രതിപക്ഷ ബഹുമാനം ആൾക്കാർ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയം ഇല്ലാതൊരു എക്സിസ്റ്റൻസ് പറ്റുമോ? ഇല്ല, രാഷ്ട്രീയം എല്ലാത്തിലും ഉണ്ട്. നമ്മൾ കഴിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ട്. നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് ഒരു പ്രശസ്തമായിട്ടുള്ള അപ്പം നമ്മൾ വിചാരിക്കും ഈ കക്ഷി രാഷ്ട്രീയം മാത്രം രാഷ്ട്രീയം. അത് മാത്രമൊന്നുമല്ല, നമ്മൾ കഴിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വസ്ത്രം ധരിക്കുന്നതും എല്ലാത്തിനും രാഷ്ട്രീയമുണ്ടല്ലോ. രാഷ്ട്രീയമില്ലാതെ ഒരു ദിവസം പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ബിസിനസ് സാമ്രാജ്യങ്ങളാണ് എല്ലാ കാലത്തും രാജ്യങ്ങളെയും സംസ്കാരങ്ങളെ വരെ നിയന്ത്രിച്ചത്. നമ്മൾ വിചാരിക്കും സയൻറ്റിസ്റ്റുകളുടെ ഇൻവെൻഷനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അല്ല, അവരത് ഇൻവെൻറ്റ് ചെയ്ത് പോയേ ഉള്ളൂ. അത് കച്ചവടവൽക്കരിച്ച് അതിൻ്റെ വിൽപ്പനയെ നിയന്ത്രിച്ച് ആ ഒരു കച്ചവടക്കാരാൽ ഡ്രിവൺ ആയിട്ടുള്ള ന്യൂസ് പോലും ബിസിനസ് ഡ്രിവൺ അല്ലേ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും കച്ചവടമാണ് അടിസ്ഥാനപരമായിട്ട്. അതാണ് എന്ന് വിചാരിക്കുന്നത്. അതിനൊരു അലൈൻമെൻ്റ് ഒക്കെ ഉണ്ടാവാം എല്ലാ കാലത്തും. നമ്മൾ ഇടയ്ക്ക് വീഴും, എഴുന്നേക്കും, പല സങ്കടം, അതായത് നമ്മൾ വഴിമുട്ടി നിൽക്കും. ആക്ച്വലി ഒരു ഹ്യൂമൻ മൈൻഡിൻ്റെ ഒരു അപ്പ് ആൻഡ് ഡൗൺസിൽ ഹൂ ഈസ് യുവർ ഡ്രൈവിംഗ് ഫോഴ്സ്? ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് ഞാൻ എപ്പോഴും ലൈഫിനെ എപ്പോഴും ലൈറ്റായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് കിട്ടിയതൊക്കെ ബോണസ് എന്ന് വിചാരിക്കുന്ന ഒരു ഇതാണ്. അപ്പം നമ്മൾ വളരെ തിക്തമായിട്ട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളതുകൊണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതൊന്നും അല്ല. കാരണം നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന പ്രശ്നം വെച്ചാൽ നമ്മളെപ്പോഴും സെൽഫ് സെൻട്രിക്കായിട്ട് ചിന്തിക്കുമ്പോഴാകുന്ന പ്രശ്നമാണ്. അതായത് എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സഫർ ചെയ്യുന്നു, എന്തിനാണ് എനിക്ക്. എവിടെയൊക്കെ പ്രശ്നം വെച്ചാൽ നമ്മൾ അവനവനെ സെൻറ്ററിൽ പ്രതിഷ്ഠിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ലോകത്ത് എത്രയോ പേര് ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു, അതിലൊരാൾ മാത്രമാണ് ഞാനെന്നും. നമ്മുടെ നിസ്സാരത തിരിച്ചറിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആക്ച്വലി നമ്മളിത് കടന്നു പോകും എന്നുള്ളൊരു ഉറപ്പ്, ഞാനങ്ങനെ ഒരു വിശ്വാസിയോ അങ്ങനെയൊന്നുമല്ല. ലോകത്ത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ദൈവവിശ്വാസമുള്ള ആളോ അമ്പലത്തിൽ പോകുന്ന ആളോ അല്ല അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. നമ്മളെപ്പോഴും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല ഫലങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഒന്നത് ഇപ്പോൾ ആരും ചോദിക്കും നിങ്ങൾ നാസ്തികനാണോ ചോദിക്കും. ഞാൻ അതുമല്ല. എനിക്ക് എന്താണ് നിങ്ങളുടെ വിശ്വാസം എന്ന് വെച്ചാൽ കുഴിമടി ഒരു വിശ്വാസമാണെങ്കിൽ അതാണ് നമ്മൾ ചെയ്യുന്നത്. സമയമില്ല ഇതിനൊന്നും. എന്നാൽ വിശ്വസിക്കണമെങ്കിലും സമയം പോകും, എന്നാലും അവിശ്വാസി ആവാനും സമയം ചിലവുണ്ട്. നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ഇത് രണ്ടിനും പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഒന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഡെയിലി എഴുന്നേൽക്കുന്നു, അന്നെന്താ ചെയ്യാനുള്ളത് ആലോചിക്കുന്നു, പോകുന്നു, ചെയ്യുന്നു, വരുന്നു. ദൈവം സഹായിച്ച് മനസ്സിപ്പോഴും പിടിയിൽ തന്നെ ഉണ്ട്, കുഴപ്പമില്ല. പലപ്പോഴും ഇങ്ങനത്തെ ക്രിയേറ്റീവ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഡിപ്രഷനൊക്കെ വരാൻ സാധ്യത. അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. അന്നത്തെ അച്ഛൻ പണ്ട് പറയുമായിരുന്നു അങ്ങനെയൊക്കെ 3 നേരം തിന്നാൻ കിട്ടുന്നതിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് 3 നേരം ഭക്ഷണം കഴിക്കാൻ പൈസ കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം. നിങ്ങളെന്ത് ഇപ്പം രാവിലെ ഭക്ഷണം കഴിച്ചു, ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ല, പൈസയും ഇല്ല, നിങ്ങളുടെ മനസ്സിൽ ഒരേ ചിന്ത വരുള്ളൂ, അത് എങ്ങനെ ഉണ്ടാക്കാം, എന്ത് കഴിക്കാം. എൻ്റെ ഇടയിൽ കൂടെ ഡിപ്രഷൻ അടിക്കാൻ സമയം കിട്ടില്ല. 3 നേരം തിന്നാൻ കിട്ടുന്നതിൻ്റെ കുഴപ്പമാണ്. ഞാൻ അതിന് വിളിക്കുന്ന വേറെ പേരുണ്ട്, ഇൻട്രാബോൺ പോക്കിംഗ് ഡിസീസ്. പോക്കിംഗ് ഡിസീസ്, എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടുള്ള
അപ്പോൾ അതാണ് വലിയ പ്രശ്നം. ഭക്ഷണം കഴിച്ചതിൻ്റെ ഇടയിൽ കുത്തിയുള്ള പ്രശ്നമാണ് പലർക്കും ഉള്ളത്. അപ്പോൾ പക്ഷേ റിയലി ഡിപ്രഷൻ ഉണ്ട് കേട്ടോ, ഞാൻ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കാണുകയല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ലൈഫിനെ കൂടുതൽ സെൽഫ് സെൻട്രിക് ആയിട്ട് കാണുന്നതും പിന്നെ ഈ ഇതിനൊക്കെ സമയമുള്ളതുമാണ് പ്രശ്നം. ഐഡിൽ മൈൻഡ് ഇസ് എ ഡബിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയും. നമ്മളെ മനസ്സ് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ഇതിന് സമയം കിട്ടില്ല, മറന്നു പോകും, ബിസി ആയിട്ടുള്ള ആളുകൾക്ക്. പക്ഷെ ഇതിൻ്റെ മറ്റൊരു എൻ്റെ വെച്ചാൽ ബെയറിംഗ് ടയർ സംഭവിക്കും. ഈ വെയർ ആൻഡ് ടയർ സംഭവിക്കാതെ നമ്മൾ കൃത്യസമയത്ത് ബ്രേക്ക് എടുത്തില്ലെങ്കിൽ പണി കിട്ടും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ബാബു രാമചന്ദ്രൻ ഒരു സ്റ്റോറി ടെല്ലറാണ്. കഥ പറയുന്നു, റിസർച്ച് ചെയ്യുന്നു, ആൾക്കാരിൽ പുതിയ കോണ്ടന്റുകൾ എത്തിക്കുന്നു. അപ്പം ആ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് തുടങ്ങാം. ഓക്കെ. ഏൻഷ്യൻ്റ് ഈജിപ്റ്റ് ഓർ ഏൻഷ്യൻ്റ് ഗ്രീസ്? ഏൻഷ്യൻ്റ് ഈജിപ്റ്റ്. വേൾഡ് വാർസ് ഓർ കോൾഡ് വാർ? വേൾഡ് വാർസ്. കിങ്സ് ഓർ ക്വീൻസ്? കിങ്സ്. ഹിസ്റ്ററി ബുക്സ് ഓർ ഡോക്യുമെൻ്ററീസ്? ഹിസ്റ്ററി ബുക്സ് എനി ഡേ. Battles or revolutions? Revolutions. Famous leaders or unsung heroes? Unsung heroes any day. Mythology or real events? Real events. Castles or pyramids? Pyramids. Medieval Europe or feudal Japan? Both a little bit. More towards Japan. Okay. Discovery or invention? Inventions. Historic speeches or historic letters? Speeches. Art history or military history? More interested in military history actually. Military history. Military history. Great emperors or great inventors? Inventors. Fact-based history or legends and folklore? Both. I like both. Ibn Battuta or Vasco da Gama? Battuta. Why? No, Battuta was not a conqueror. He was not a colonizer. He was just a storyteller. അപ്പം ബത്തൂത്ത പോയി കണ്ട കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. വാസ്കോ ഡ ഗാമ അവിടെ കൊടി നാട്ടി. ഇതുപോലെ ഈ ചരിത്രം കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പം എപ്പോഴെങ്കിലും ഭയങ്കര ഇമോഷണലായോ? ഒരുപാട് സിറ്റുവേഷൻസ്, ഒരുപാട് കഥകൾ നമ്മൾ ഭയങ്കര ടച്ച് ചെയ്യുന്ന കഥകളുണ്ട്. അപ്പം ലയങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ഒരു അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മളെത്ര പ്രിവിലേജിലാണ് നമുക്ക് മനസ്സിലാവും. ആ സമയത്താണ് ഈ പാതാള ലോക സീരീസ് ഇറങ്ങുന്നത്. അതിനകത്ത് പറയുന്നുണ്ട് പാതാള ലോകത്ത് കഴിയുന്ന കീടങ്ങളെ പറ്റി നമ്മളെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല. നമ്മൾ പലരുടെ ജീവിതത്തിൽ പല മനുഷ്യരെയും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലേ? നമ്മുടെ തന്നെ ലൈഫിൽ ഡെയിലി ഇൻവോൾവ് ആവുന്ന എത്ര ആളുകളെ പറ്റി നമുക്ക് വേണ്ടത്ര ബോധരേഷൻ ഇല്ലാതെ നമുക്ക് ആലോചിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ആൾക്കാരെ ഗ്രേഡായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഒന്നും വേണ്ട, നമ്മളിപ്പം മനുഷ്യരെ അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കാണുന്നില്ലേ അല്ലേ? നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ ജോലിക്ക് വരുന്ന അതിഥി തൊഴിലാളികളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? പറയുമ്പോൾ അതിഥി തൊഴിലാളി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഓരോ സ്ഥലത്ത് അവർ നേരിടുന്ന ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്? പിന്നെ അതുപോലെ പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഇപ്പം ഒരു പ്രവാസി മലയാളി നാട്ടിലേക്ക് മകളുടെ കല്യാണത്തിന് വരുന്നു, അദ്ദേഹത്തെ പോലീസ് അലീഗ് ചെയ്യുന്നു, അദ്ദേഹം ഒരു മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട്. മാല മോഷ്ടിച്ച ആൾക്ക് താടിയുണ്ട്, ഇയാൾക്ക് താടിയുണ്ട്. മാല മോഷ്ടിച്ച ആൾ തലമുടി കഷണ്ടിയാണ്, ഇയാൾക്കും കഷണ്ടിയുണ്ട്. അയാൾ കണ്ണട വെച്ചിട്ടുണ്ട്, ഇയാൾ കണ്ണട വെച്ചിട്ടുണ്ട്. അതോടെ ഇയാളായി മോഷ്ടാവ്. ഇല്ലെന്ന് തെളിയിക്കാൻ 52 ദിവസം ഇയാൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. ആ സ്റ്റോറി ഞാൻ വല്ലാത്ത ചെയ്തിട്ടുണ്ട്. ചക്കരക്കല്ല് മാല മോഷണം ഇപ്പോൾ സിനിമയാകുമ്പോൾ. അപ്പം ഞാൻ പറയുന്നത് അയാൾ അനുഭവിച്ച വേദന എന്ന് പറയുന്നത് ഒരു നിസ്സഹായാവസ്ഥയൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ പ്രിവിലേജ് ഇല്ലാത്തവൻ സിസ്റ്റത്തിന് മുന്നിൽ നിസ്സഹായനാവുന്ന അവസ്ഥയൊക്കെ നാട്ടിൽ നിലവിലുണ്ട്. അപ്പോൾ അതൊക്കെ പലപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പം നാളെ പിന്നെ ഇപ്പോൾ വഴിയിൽ വെച്ച് പോലീസ് ആരെയും വിളിച്ചാൽ എനിക്ക് വിളിക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ വിളിക്കാൻ ആരും ഇല്ലാത്ത ഒരവസ്ഥ എന്തായിരിക്കും? വിളിച്ച് പറയാനോ ഒന്ന് പറയിക്കാനൊന്നും ആളില്ലെങ്കിൽ. നമ്മുടെ നാട്ടിൽ ഒരുവിധം സിസ്റ്റം ഒന്നും തന്നെ വിളിച്ച് പറയാതെ കാര്യം നടക്കാത്ത സ്ഥലങ്ങളാണ്. അപ്പം ഏത് സർക്കാർ ഓഫീസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ കാര്യം നടത്തണമെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും പലയിടത്തും. വിളിച്ചു പറഞ്ഞാൽ പെട്ടെന്ന് പ്രിവിലേജ് കിട്ടുകയും ചെയ്യും. അപ്പോൾ പ്രിവിലേജ് ഇല്ലാത്തവരുടെ ലോകം ബുദ്ധിമുട്ടാണെന്നുള്ളത് വളരെ വലിയൊരു തിരിച്ചറിവാണ്. അങ്ങനത്തെ കുറേ സ്റ്റോറീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറേ കാലഘട്ടത്തിൻ്റെ കഥകൾ പറഞ്ഞിട്ടുണ്ട്, കുറേ രാജാക്കന്മാരുടെ കഥ പറഞ്ഞിട്ടുണ്ട്, ഭരണാധികാരികളുടെ കഥ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്? ഇല്ല, നമ്മൾ കാലം കഴിയും തോറും നമ്മൾ കുറേ കൂടെ പുരോഗമിച്ച് വരികയാണെന്നാണല്ലോ സങ്കല്പം. നമ്മൾ കൂടുതൽ സിവിലൈസ്ഡ് ആയിട്ട് വരികയാണെന്നാണല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും കൂടി വരുന്ന കാലമാണ്. പണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നല്ലോ.
എനിക്കങ്ങനെ ഗതകാല സ്മരണകളുടെ ആലവാരമൊന്നുമില്ല. ഇപ്പം തന്നെ ജീവിതം തന്നെയാണ് നല്ലതെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ വെരി വെരി വാല്യുബിൾ ടൈം. ഞാൻ ബാബു ചേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു 10ാമത്തെ 5ാമത്തെ എപ്പിസോഡൊക്കെ ചെയ്യുന്ന സമയം തൊട്ടേ ബാബു ചേട്ടനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതുപോലെ ആ മ്യൂസിക് എന്നെ വല്ലാതെ കഥയിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങി കൊണ്ടുപോയി. അത് ഒരു സാധനം തരുന്നത് അത് കണ്ടില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം ഇല്ലാത്തൊരു പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പം പിന്നീടൊരു ഫേസിൽ ബാബു ചേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചത്. ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി മൈ പ്രിവിലേജ് ആൻഡ് വി ആർ സോ ഹാപ്പി ടു ഹാവ് യു എന്ന് എന്നോട് പറ. നമ്മുടെ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? ഇനിയും ഇതുപോലത്തെ ആളുകളെ കൊണ്ടുവരൂ, പ്രോഗ്രാം നടക്കട്ടെ. ഇത് നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് കാണാറുണ്ട്. ഞാൻ നിങ്ങൾ വിളിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പരിപാടി കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല പരിപാടിയാണ്. ഒരുപാട് പേര് കൂടുതൽ ആത്മാർത്ഥമായിട്ടുള്ള സംഭാഷണങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. താങ്ക് യു. എല്ലാവിധ ഭാഗവും. താങ്ക് യു.